നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. സിറിയൻ മണ്ണിലേക്ക് ചില രാജ്യങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസം HTS തലവൻ അൽ ജൊലാനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേലിന്റെ ഉന്നം വച്ചായിരുന്നു ജൊലാനിയുടെ മുന്നറിയിപ്പ്. എന്നാൽ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ ഇന്ന് അതിശക്തമായ ആക്രമണമാണ് സിറിയയ്ക്ക് മേൽ ഇസ്രയേൽ നടത്തുന്നത്. ഈ ആക്രമണത്തിന് ചില തലങ്ങളുണ്ട്. സിറിയയിലെ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു. സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി 5 മണിക്കൂറിനിടയിൽ ഇസ്രയേൽ നടത്തിയത് 61 വ്യോമാക്രമണങ്ങൾ. 5 മണിക്കൂർ തുടർച്ചയായി ഇസ്രയേൽ മിസൈലുകൾ തൊടുത്തതായി യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു. സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രയേലിന് മുന്നിൽ കാരണങ്ങളൊന്നുമില്ല എന്നാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ അൽ ജൊലാനി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധി വിട്ടു. വർഷങ്ങളോളം നീണ്ട യുദ്ധങ്ങളും സംഘർഷങ്ങളും കൊണ്ട് തളർന്ന സിറിയയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാൻ ഇനി അനുവദിക്കില്ല എന്നാണ് അൽ ജൊലാനി പറഞ്ഞത്. സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല, രാജ്യത്തിന്റെ പുനർനിർമ്മാണമാണ് ഇപ്പോൾ വേണ്ടതെന്നും ജൊലാനി പറഞ്ഞിരുന്നു. എന്നാൽ കണക്കുകൂട്ടി തന്ത്രപ്രധാനമായ മേഖലകൾ ഇപ്പോഴും ആക്രമിക്കുകയാണ് ഒരു വശത്ത് ഇസ്രയേൽ. ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ത് എന്ന് വ്യക്തമാണ്. മറുവശത്ത് ഗോലാൻ കുന്നുകളിലേക്ക് കൂട്ടത്തോടെ ഇസ്രയേലികളെ കയറ്റിവിട്ട് അവിടെ താമസമുറപ്പിക്കാനുള്ള പദ്ധതി ഇസ്രയേൽ തയ്യാറാക്കി കഴിഞ്ഞു. ഗോലാൻ കുന്നുകളിൽ ഇപ്പോഴുള്ളത് 1 ലക്ഷം ഇസ്രയേലികളാണ്. അവരുടെ എണ്ണം ഇരട്ടിയാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. സിറിയൻ ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന മൗണ്ട് ഹെർമോൺ അടക്കമുള്ള മേഖലകൾ ഇപ്പോൾ ഇസ്രയേൽ നിയന്ത്രണത്തിലാണ്. ഗോലാൻ കുന്നുകളും കടന്ന് മൗണ്ട് ഹെർമോൺ വരെ ഇസ്രയേലികൾ കൈയടക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മേഖലയിൽ ഇസ്രയേലികളെ പാർപ്പിച്ച് കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് നൽകി മേഖലയിൽ തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഇത്തരമൊരു ലക്ഷ്യത്തിനായി സിറിയയുടെ അവശേഷിക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ച് തകർക്കുകയാണ് ഇസ്രയേൽ. എന്നാൽ സിറിയൻ മണ്ണിൽ ടാർട്ടസ് കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ ഇപ്പോൾ തുടരുന്നത്. റഷ്യൻ നാവികസേനയുടെ ശക്തി കേന്ദ്രമാണ് ടാർട്ടസ് കേന്ദ്രമാക്കി റഷ്യൻ നാവികസേനയും ലതാക്കിയ കേന്ദ്രീകരിച്ച് റഷ്യൻ വ്യോമ സെന്ററും പ്രവർത്തിച്ചിരുന്നു. ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് നേരത്തെ ടാർട്ടസിലുണ്ടായിരുന്ന 4 യുദ്ധക്കപ്പലുകൾ റഷ്യ മടക്കിക്കൊണ്ടുപോയി. ഇനിയും റഷ്യയുടെ ചില സൈനികരും യുദ്ധോപകരണങ്ങളുമൊക്കെ ടാർട്ടസ് സൈനിക കേന്ദ്രത്തിലുണ്ട്. എത്രയും പെട്ടെന്ന് റഷ്യ സിറിയ ഒഴിഞ്ഞുപോകണമെന്ന മുന്നറിയിപ്പാകും ഒരുപക്ഷെ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ. ടാർട്ടസ് ലതാക്കിയ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ തുടക്കുന്നത് ഇസ്രയേൽ. വലിയ തോതിൽ ഇറാൻ സാന്നിധ്യമുള്ള മേഖലയാണ് ടാർട്ടസ് ലതാക്കിയ കേന്ദ്രങ്ങൾ. ഇസ്രയേൽ ആക്രമണം കനപ്പിച്ചതിന് തൊട്ടുപിന്നാലെ സിറിയയിലെ കമേം എയർബേസിൽ നിന്ന് റഷ്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം പറന്നുയർന്നു. ദമാസ്കസിലെ ചില റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ബെലാറസ് ഉത്തര കൊറിയൻ നയതന്ത്രജ്ഞരെയും ഒഴിപ്പിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ദമാസ്കസിലെ റഷ്യൻ എംബസിയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിസന്ധികാര്യ വിഭാഗം ഇക്കാര്യം സൂക്ഷ്മമായി വിലയിരുത്തുന്നു. സിറിയയുടെ തീരപ്രദേശമായ ടാർട്ടസ് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്ന സൈനിക നടപടികൾ എന്ന് ഇസ്രയേൽ വിശദീകരിച്ചു. 1 ദശാബ്ദക്കാലത്തിലേറെയായി ഈ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമെന്നാണ് ഇപ്പോൾ സിറിയൻ യുദ്ധനിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നിരവധി വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഈ മേഖലയിലുണ്ട്. ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈലുകൾ ഡിപ്പോകൾ ധാരാളമുണ്ട്. അവയൊക്കെ പൂർണ്ണമായും കത്തിച്ചു കളയുകയാണ് ഇസ്രയേൽ സൈന്യം. തീരദേശ ടാർട്ടസ് മേഖലയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനു തൊട്ടുപിന്നാലെ ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം വ്യക്തമാക്കി. ബനിയാസ് നഗരത്തിന്റെ തീരത്തു നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന്റെ ആഴം 32 കിലോമീറ്റർ. ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ മൂലമാണ് ഇത്തരമൊരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത് എന്ന് വ്യക്തം. ഗോലാൻ കുന്നുകളിലെ ജനസംഖ്യ ഇരട്ടിയാക്കാനുള്ള ഇസ്രയേലിന്റെ പുതിയ പദ്ധതിയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപലപിച്ചു. ഈ തീരുമാനം അധിനിവേശം വിപുലീകരിക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണ്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് UAE പറയുന്നു. വടക്കൻ ഇസ്രയേൽ പൂർണ്ണമായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു.
വടക്കൻ ഇസ്രയേലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട 60,000-ഓളം ജനങ്ങളെ ആ മേഖലയിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ തിരികെ കൊണ്ടുവന്നു. ലെബനൻ അതിർത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും ഇസ്രയേൽ ശ്രമിക്കുന്നു. ഷിയകൾ ഉൾപ്പെടെയുള്ള തെക്കൻ ലെബനനിലെ താമസക്കാർക്കായി ഇസ്രയേൽ ഗേറ്റിൽ ഒരു സൈനിക ആരോഗ്യ ക്ലിനിക് തുറന്നു. അതിർത്തിക്കപ്പുറമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു കിടക്കുന്നു. അവരുടെ ഔട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാം അനാഥമായി കിടക്കുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഇപ്പോൾ അതീവ സുരക്ഷാ മേഖലയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ലെബനനിൽ IDF സൈനികർക്കെതിരെ ഗറില്ല യുദ്ധം നടത്താൻ ഇറാൻ സ്ഥാപിച്ച ഷിയ മിലിഷ്യ ഹിസ്ബുള്ള തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. 1988-ൽ ഹിസ്ബുള്ള നടത്തിയ ചാവേർ ആക്രമണങ്ങളിൽ അന്ന് 8 ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2000 ആണ്ടിൽ ഇസ്രയേൽ തെക്കൻ ലെബനനിൽ നിന്ന് പിൻവാങ്ങുന്ന ആ ഘട്ടത്തിൽ പരിഭ്രാന്തരായ സൈനികരും അവരുടെ കുടുംബങ്ങളുമൊക്കെ ഫാത്തിമ ഗേറ്റിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അന്ന് ഹിസ്ബുള്ളയിൽ നിന്ന് ചില ആക്രമണങ്ങൾ ഇസ്രയേൽ സൈനികർ ഭയപ്പെട്ടിരുന്നു എന്ന് വ്യക്തം. നൂറുകണക്കിന് സൈനികരുടെ ജീവൻ ആ യുദ്ധത്തിൽ നഷ്ടപ്പെടാൻ ഇടവരുത്തി. അന്ന് പിൻവാങ്ങൽ നടത്തിയതിനു ശേഷം ഇസ്രായേൽ സൈനികർക്കു നേരെ അതിർത്തിക്കപ്പുറത്ത് നിന്ന് രൂക്ഷമായ കല്ലേറ് വരെയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഫാത്തിമ ഗേറ്റും അതിന്റെ പരിസരങ്ങളുമൊക്കെ പൂർണ്ണമായും IDF സൈനികരുടെ നിയന്ത്രണത്തിലാണ്. അതിർത്തിയിലുള്ള തുരങ്കങ്ങളും ആയുധശേഖരങ്ങളുമൊക്കെ IDF പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞു. 2006-ലെ ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം ഇതുവരെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇത്ര ശക്തമായ ആക്രമണം തൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ IDF-ന്റെ പല ഡിവിഷൻ കമാൻഡർമാരും കവചിത വാഹനങ്ങളുമായി ഫാത്തിമ ഗേറ്റിലൂടെ നേരെ തെക്കൻ ലെബനനിലേക്ക് യാത്ര ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ആയിരക്കണക്കിന് ഹിസ്ബുള്ള പ്രവർത്തകരാണ് തെക്കൻ ലെബനനിൽ കൊല്ലപ്പെട്ടത്. വടക്കൻ ഇസ്രായേലിനെ പൂർണ്ണ സുരക്ഷിതമാക്കിയെടുക്കാൻ ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിന് കഴിഞ്ഞു എന്ന് വ്യക്തം. തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ സിറിയൻ അതിർത്തിയിലെ ഗോലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേലിന്റെ നീക്കം. ഗോലാൻ കുന്നുകളും മൗണ്ട് ഹെർബോണുമൊക്കെ ഇസ്രായേൽ സ്വന്തമാക്കുമ്പോൾ സിറിയയിൽ അവശേഷിക്കുന്ന ആയുധപ്പുരകൾ കൂടി കത്തിച്ചെറിയുന്ന തിരക്കിലാണ് ഇസ്രായേൽ സൈന്യം. തെക്കൻ ലെബനനിൽ ഒരു ഹിസ്ബുള്ള പോരാളിയോ ആയുധശേഖരമോ തുരങ്കമോ ഇല്ലാത്ത തലത്തിൽ മേഖല സുരക്ഷിതമാക്കി എന്ന അവകാശവാദമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്നത്. വടക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ സമാധാനം കൈവന്നിരിക്കുന്നു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഗോലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ സൈനിക നീക്കം. സിറിയൻ മണ്ണിലുണ്ടായ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇസ്രായേൽ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുന്ന കാഴ്ചയാണ് ലോകത്തിനു മുന്നിൽ. ഗാസ മുനമ്പിന്റെ അതിർത്തി പ്രദേശങ്ങൾ പൂർണ്ണമായി സുരക്ഷിതമാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന ഇരട്ടി ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ ചരിത്രം രചിച്ചുവെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.